വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ്. ഈ മാസം 22-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത്. നേരിട്ടെത്തുകയോ പ്രതിനിധിയെ അയക്കുകയോ ചെയ്യാമെന്നും ED പറഞ്ഞു. അതേസമയം കൊച്ചി ഓഫീസിൽ ഇന്നലെ ഗോകുലം ഗോപാലനെ 6 മണിക്കൂറോളം ED ചോദ്യം ചെയ്തിരുന്നു. ഗോകുലം ഗോപാലിനെതിരായ ED അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഹാജരാക്കിയ രേഖകളും അദ്ദേഹത്തിന്റെ മൊഴികളിലുമുള്ള പരിശോധനയാണ് നടക്കുന്നത്. 595 കോടി രൂപയുടെ ചട്ടലംഘനം പ്രാഥമികമായി ED കണ്ടെത്തി. എന്നാൽ കൂടുതൽ തുകയിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. അതേസമയം സംശയം തോന്നിയ കാര്യങ്ങളാണ് ED ചോദിച്ചതെന്ന് ഗോകുലം ഗോപാലൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതിനുള്ള ഉത്തരം കൃത്യമായി നൽകിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ലെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. കൊച്ചിയിൽ സോണൽ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ഉച്ചയ്ക്ക് 1 മണിയോടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയില്ലെന്നും ED ഓഫീസിലേക്ക് കയറുന്നതിന് മുൻപ് ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ നടന്ന റെയ്ഡിന് രാജ്യവ്യാപകമായ ശ്രദ്ധയും ലഭിച്ചിരുന്നു. ചെന്നൈ കോടമ്പാക്കത്തുള്ള ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിലും ചെന്നൈയിലെ വീട്ടിലും കോഴിക്കോട്ടെ കോർപ്പറേറ്റ് ഓഫീസിലും ഗോകുലം മാളിലുമാണ് വെള്ളിയാഴ്ച ED പരിശോധന നടത്തിയത്. ചെന്നൈയിലെ പരിശോധന ശനിയാഴ്ചയും തുടർന്നിരുന്നു. റെയ്ഡിൽ 1.5 കോടി രൂപയും നിയമം ലംഘിച്ചതിന്റെ രേഖകളും പിടിച്ചെടുത്തിരുന്നു. മാത്രമല്ല ശ്രീ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് പ്രവാസികളിൽ നിന്നും 371.80 കോടി രൂപയും 220.74 കോടി രൂപയുടെ ചെക്കും സ്വീകരിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തി. ഇത് റിസർവ് ബാങ്ക് ചട്ടങ്ങളുടെയും വിദേശ നാണയവിനിമയ ചട്ടങ്ങളുടെയും ലംഘനമാണെന്ന് ED പറയുന്നു. 592.54 കോടി രൂപ പ്രവാസികളിൽ നിന്ന് സ്വീകരിച്ചതിന് പുറമെ രാജ്യത്തിന് പുറത്ത് താമസിക്കുന്നവർക്ക് വലിയ അളവിൽ പണം നൽകിയിട്ടുണ്ടെന്നും ഇതും ചട്ടം ലംഘിച്ചുകൊണ്ടാണെന്ന് ED കണ്ടെത്തി. റെയ്ഡിന്റെ ഭാഗമായി ഗോകുലം ഗോപാലിനെ ചെന്നൈയിൽ വിളിച്ചു വരുത്തുകയും 7 മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ ബാക്കി നടപടിയായിരുന്നു ഇന്നലത്തെ ചോദ്യം ചെയ്യൽ.